സ്റ്റുഡൻസ് നമ്മളെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ചാപ്റ്റർ 3 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാപ്റ്റർ 3ൽ രണ്ട് സെക്ഷനായിരുന്നു. ഒന്ന് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്, സബ്മേർജ്ഡ് ഓൺ സർഫസസ് ആണ്. പിന്നെ എന്നുള്ളത് ബൊയോൻസി ആൻഡ് ഫ്ലോട്ടേഷനാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബൊയോൻസി ആൻഡ് ഫ്ലോട്ടേഷനാണ്. ഓക്കെ, ഈ ബൊയോൻസി ആൻഡ് ഫ്ലോട്ടേഷൻ എല്ലാം ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ബോഡീസിലാണ്. ഓക്കെ, അതായത് സച്ച് ആസ് ഷിപ്പ്, ബോട്ട്സ്, സബ്മറൈൻസ്, ആ കാര്യങ്ങളിലാണ് ഇതിൻ്റെ പ്രാക്ടിക്കലി കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ എല്ലാ ഷിപ്പും എന്ന് പറഞ്ഞാൽ ഓരോ പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാം തന്നെ സ്റ്റേബിളാണ്, സേഫും കൂടിയാണ്. സ്റ്റേബിൾ ആൻഡ് സേഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷിപ്പ് നമ്മൾ കടലിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അല്ലേ? ഫ്ലോട്ടാണ്, അത് സിങ്ക് ആവണില്ല, താഴ്ന്നു പോകണില്ല. അതല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് അത് മൂവ് ചെയ്യണുണ്ട്, താഴ്ന്നു പോവാതെ അല്ലെങ്കിൽ അത് മറിയാതെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ if a body is placed over a liquid, either the body sinks in the liquid or floats on the liquid depending on the following. അപ്പോൾ നമ്മളൊരു ലിക്വിഡ് എടുക്കുകയാണ്, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുക്കുകയാണ്. ആ ലിക്വിഡിൽ നമ്മളൊരു ബോഡി പ്ലേസ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ രണ്ട് തരമാണ് സംഭവിക്കുക അല്ലേ? നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളൊരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങളിട്ട ആ ഒബ്ജക്റ്റ് മുങ്ങിപ്പോവും, അതാണ് സിങ്ക് ചെയ്യും, മുങ്ങിപ്പോവും. അല്ലെങ്കിൽ അതെവിടെ നിൽക്കും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും അല്ലേ? ആ വെള്ളത്തിൽ നിങ്ങളിട്ട ഒബ്ജക്റ്റ് പാറി കിടക്കും. ഓക്കെ, അതിന് കാരണമാവുന്നത് മെയിനായിട്ട് രണ്ട് ഫോഴ്സസ് ആണ്. ഈ കാരണമാണ്, ഒന്നില്ലെങ്കിൽ അത് താഴ്ന്നു പോവാം, മുങ്ങിപ്പോവാം, അല്ലെങ്കിൽ അത് പാറി നിൽക്കാം. അതിന് കാരണമായിട്ടുള്ള രണ്ട് ഫോഴ്സസ് ആണുള്ളത്. ഒന്നാമത്തെ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓർ വെയ്റ്റ് ഓഫ് ദ ബോഡി ആക്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. നമ്മളിട്ട ബോഡിയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് ദ ബോഡി ആക്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, താഴോട്ട് ആക്ട് ചെയ്യണ വെയ്റ്റ്, ആ ബോഡിയുടെ വെയ്റ്റ് താഴത്തെ ഡയറക്ഷൻ നോക്കി ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഒരു ഫാക്ടർ. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ബോയൻഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഓൺ ദ ബോഡി ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഈ ബോയൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു ബോഡി നമ്മൾ ഇമേഴ്സ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാണ്. ഇമേഴ്സ് ചെയ്തു നമ്മൾ കഴിഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസിൽ നമ്മൾ പ്ലെയിൻ സർഫസ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു പ്ലെയിൻ സർഫസ് ഇമേഴ്സ് ചെയ്യുന്നതാണ് പഠിച്ചത്. ഇവിടെ നമ്മളൊരു ബോഡിയാണ്, ഒരു സോളിഡ് ബോഡിയാണ്. ഓക്കെ, നോട്ട് എ പ്ലെയിൻ, ഒരു സോളിഡാണ്. ഓക്കെ, ആ ഒരു സോളിഡ് ബോഡി നമ്മൾ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്താൽ ആ ലിക്വിഡ് ആ ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, ആ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയണത്? ബോയൻഡ് ഫോഴ്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ബോയൻഡ് ഫോഴ്സ് നമ്മളൊരു ബോഡി ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോയൻഡ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ ആയിരിക്കും, അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ബോയൻഡ് ഫോഴ്സും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ബോഡി നമ്മൾ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോവുമോ അതോ പാറി നിൽക്കുമോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണത്. ഓക്കെ, ഈ രണ്ട് ഫോഴ്സസും, അതായത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവട്ടെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ വെയിറ്റ് എന്നും പറയും കേട്ടോ, വെയിറ്റ് ഓഫ് ദ ബോഡി ആക്സ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സിംപ്ലി ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസും കൊലീനിയർ ആയിരിക്കണം, ഒരേ ലൈനിലായിരിക്കണം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം, ഇക്വിലിബ്രിയം ആയിരിക്കണം. ഓക്കെ, ഇഫ് അപ്വേർഡ് ബോയൻഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി വിൽ ഫ്ലോട്ട് ഓൺ ദ ലിക്വിഡ്. അതായത് നമ്മളൊരു ബോഡി ലിക്വിഡിൽ പ്ലേസ് ചെയ്തു, അപ്പോൾ ആ ലിക്വിഡ് ആ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, അതാണ് ബോയൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഈ ബോയൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇമേഴ്സ് ചെയ്ത ബോഡിയുടെ വെയ്റ്റിന് ഈക്വൽ ആണെങ്കിൽ ആ ബോഡി എന്താവും എന്നാണ് പറയണത്? ഫ്ലോട്ട് ആവും എന്ന് പറയണത്. നമ്മളിട്ട ലിക്വിഡിൽ ബോഡി എന്തായി കിടക്കും? ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ബോയൻഡ് ഫോഴ്സ് ലെസ് ദാൻ ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ആണെങ്കിൽ ബോഡി വിൽ സങ്ക് ഇൻ ദ ലിക്വിഡ് ആണ്, അതായത് മുങ്ങിപ്പോകും എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞത് എന്താണ്? ഇവിടെ ഈ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ് അല്ലേ? നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എയ്തർ അത് സിങ്ക് ആവും അല്ലെങ്കിൽ അത് ഫ്ലോട്ട് ആവും. അപ്പോൾ സിങ്ക് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഫ്ലോട്ട് ആവാനുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഫ്ലോട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ചെയ്ത് പാറി നിൽക്കുകയാണെങ്കിൽ അതിൽ
സംഭവിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്? ബോയൻറ്റ് ഫോഴ്സും വെയിറ്റുമാണ് മെയിനായിട്ട് 2 ഫോഴ്സസ് അതിൽ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. ഈ ബോയൻറ്റ് ഫോഴ്സും വെയിറ്റ് ഓഫ് ദ ബോഡിയും ഈക്വൽ ആണെങ്കിൽ എന്തെന്ന് പറയാം നമുക്ക്? ആ ബോഡി എന്ത് ചെയ്യും? ലിക്വിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നേരെ മറിച്ച് ബോയൻറ്റ് ഫോഴ്സ് ബോഡിയുടെ വെയിറ്റിനേക്കാളും കുറവാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും? വെള്ളത്തിൽ താഴ്ന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ബൊയോൺസി ആണ്, ബൊയോൺസിയുടെ പ്രിൻസിപ്പിളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ആ ലിക്വിഡിൻ്റെ ഫ്രീ ലിക്വിഡ് സർഫസ് ആണിത്. ഇതിൽ നമ്മളൊരു എനി ഷേപ്പിലുള്ള ഒരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസ് ഓഫ് ഇമാജിനറി ഷേപ്പിലുള്ള ഒരു എനി ഷേപ്പിലുള്ള ഒരു ബോഡി നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ചുറ്റും എന്ത് ആക്ട് ചെയ്യേണ്ട? ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യും. ബിക്കോസ് ഈ ലിക്വിഡ് കൊണ്ടുള്ള ഒരു പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. ആ ബോഡിക്ക് ഓൾറെഡി എന്താണ്? വെയിറ്റ് ഉണ്ട്. ദെൻ ബോഡി ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി ഏത് ബോഡി ആയിക്കോട്ടെ, ആ ബോഡിക്ക് എന്തുണ്ടാവും? ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും, അതായത് സെൻട്രോയിഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് ജി. ദെൻ ഈ ബോഡിയുടെ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് ഓൾവേസ് ആക്ട്സ് ഡൗൺവേർഡ് ഡയറക്ഷൻ, അതാണ് ഇവിടെ ആരോ മാർക്ക് ഡൗൺവേർഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ബോഡിയിൽ ലിക്വിഡിലാണ് ഇമേഴ്സ് ചെയ്ത്. അപ്പോൾ ലിക്വിഡ് ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുക? ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറയുക. അത് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. ആ ബോയൻറ്റ് ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് FB എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയിൽ ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ബോഡിയിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സാണ്. ആ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് നമ്മൾ ഈ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അപ്പോൾ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദ ഫോഴ്സ് ഓൺ ദ ബോഡി ആണ് എന്തെന്ന് പറയുക? സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുക. ഇതെവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷറും ടോട്ടൽ ഓഫ് പ്രഷറും പഠിച്ചില്ലേ? ആ പ്ലെയിൻ സർഫസിൻ്റെ കേസിൽ ടോട്ടൽ ഓഫ് പ്രഷർ എന്തായിരുന്നു? ഒരു സർഫസ് നമ്മളൊരു ലിക്വിഡിൽ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലേക്ക് ആ ലിക്വിഡ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് നമ്മൾ പഠിച്ചത്. ആ ടോട്ടൽ പ്രഷർ ആ സർഫസിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും അല്ലേ ആക്ട് ചെയ്യുക. അതായത് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ്, അതിനെയാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത്? സെൻറ്റർ ഓഫ് ബൊയോൺസി. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ക്യാൻ ബി ക്ലാസിഫൈഡ്. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബോഡി ഫോഴ്സും സർഫസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ബോഡി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി. നമ്മളിടുന്ന ബോഡിയുടെ ടോട്ടൽ വെയിറ്റിനെയാണ് എന്ത്? ബോഡി ഫോഴ്സ് എന്ന് പറയുക. സർഫസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു ബോഡി ഇട്ടിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതെന്താണ്? ഇവിടെ പ്രഷർ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സോ ദ നെറ്റ് വെർട്ടിക്കൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ സർഫസ് വിൽ ബി ആക്ടിങ് ഇൻ ദ upward direction. നെറ്റ് വെർട്ടിക്കൽ പ്രഷർ ഫോഴ്സ്, നെറ്റായിട്ടുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. ദ അപ്വേർഡ് ഫോഴ്സ് ഈസ് കോൾഡ് ബൊയോൺറ്റ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൊയോൺറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ബൊയോൺറ്റ് ഫോഴ്സ് എവിടെയാണ്, ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം? അപ്വേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബൊയോൺറ്റ് ഫോഴ്സ് ആക്ട്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ് മാസ് വിച്ച് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഇൻ ദ ക്ലോസ്ഡ് ഇമാജിനറി സർഫസ്. അത് ഇതിൽ പറഞ്ഞ പോലെ ഇതിൽ ബൊയോൺറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ആക്ട് ചെയ്യുന്നത്. ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ബൊയോൺറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് ബൊയോൺസി. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് ബൊയോൺസി പറയാനായിട്ട് ഒരു ഇമേഴ്സ്ഡ് സർഫസ് ആണ് എടുത്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ ഇവിടെ ബൊയോൺറ്റ് ഫോഴ്സ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തന്നെ ആക്ട് ചെയ്യണത്. എല്ലാവരുടെയും അവിടെ തന്നെ ആക്ട് ചെയ്യണമെന്ന് ഇല്ല. ഇതിപ്പോൾ ഇമേഴ്സ്ഡ് ബോഡിയാണ്. ഇമേഴ്സ്ഡ് ബോഡി ആയതുകൊണ്ടാണ് ഇവിടെ ആയിട്ട് കാണുന്നത്. നേരെ മറിച്ച് ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ആ ബൊയോൺറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണ പോയിന്റ് മാറും. ഓക്കെ, അപ്പോൾ പറയണത് when a body is immersed in liquid or floated on the surface of the liquid under static conditions, it is subjected to an upward thrust which tends to lift the body. അതായത് നമ്മളൊരു ബോഡി ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ ഇമേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു അപ്വേർഡ് ത്രസ്റ്റ് ആക്ട് ചെയ്യും. ഈ അപ്വേർഡ് ത്രസ്റ്റ് ആണ് എന്ത്? ഈ ബോയൻറ്റ് ഫോഴ്സ്. അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ബോയൻറ്റ് ഫോഴ്സ്. ദ ടെൻഡൻസി ഓഫ് ആൻ ഇമേഴ്സ്ഡ് ബോഡി ടു ലിഫ്റ്റഡ് അപ്പ് ഇൻ ദ ലിക്വിഡ് ഡ്യൂ ടു ആൻ അപ്വേർഡ് ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഈസ് നോൺ ആസ് ബൊയോൺസി. നമ്മൾ ബൊയോൺസി എന്താണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ എന്താണ് ബൊയോൺസി എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളൊരു ബോഡി ഒരു ലിക്വിഡിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ബോഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്, അല്ലേ? ആ ബോഡി നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഒരു ലിഫ്റ്റ് കിട്ടുന്നുണ്ട് ആ ലിക്വിഡിനാൽ, അല്ലേ?
അപ്പോൾ ആ ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, വെയിറ്റ് ഉണ്ട് അല്ലേ. ആ ബോഡി താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിലുള്ള ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെ ഓപ്പോസ് ചെയ്ത് ഒരു ഫോഴ്സ് അവിടെ അപ്വേർഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ അപ്വേർഡ് ഫോഴ്സ് കാരണമാണ് എന്ത്, ലിക്വിഡിൽ നിന്ന് ബോഡി എന്ത് ചെയ്യണത്, ലിഫ്റ്റ് ചെയ്യണത്. ഓക്കെ, ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയണത്, ബൊയോൺസി എന്ന് പറയണത്. കാര്യം മനസ്സിലായല്ലേ? ടെൻഡൻസി ഓഫ് ആൻ ഇമേഴ്സ്ഡ് ബോഡി, ഇമേഴ്സ് ചെയ്ത ബോഡി ടു ലിഫ്റ്റഡ് അപ്പ്, ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക. ഇൻ ദ ലിക്വിഡിൽ നിന്ന് ബോഡിയെ മേലോട്ട് ലിഫ്റ്റ് ചെയ്യുക ഡ്യൂ ടു ആൻ അപ്വേർഡ് ഫോഴ്സ്, ഒരു അപ്വേർഡ് ഫോഴ്സ് കൊണ്ട് ഓപ്പോസിറ്റ് ടു ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഈസ് നോൺ ആസ് ബൊയോൺസി. ആ ബോഡിയിലുള്ള ഗ്രാവിറ്റിയുടെ ആക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ്, അപ്വേർഡ് ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ബോഡി ലിഫ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ബൊയോൺസി എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളി നമുക്ക് പറയാം, ബൊയോൺസി എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ഓഫ് എ ബോഡി ടു ഫ്ലോട്ട്. ഒരു ബോഡിയുടെ എബിലിറ്റിയാണ്, ഫ്ലോട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് എന്തെന്ന് പറയണത്, ബൊയോൺസി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ പാറി നിൽക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവില്ലേ, അതിനെയാണ് എന്തെന്ന് പറയുക, ബൊയോൺസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഓൺ ദ ബോഡി ടു ലിഫ്റ്റ് ഇറ്റ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് ബോയൻറ്റ് ഫോഴ്സ് അല്ലേ. നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, ബോയൻറ്റ് ഫോഴ്സിനെ ഇങ്ങനെ ഒരു ഡെഫിനേഷനും കൂടി പറയാം. എന്താണ്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് ഓൺ ദ ബോഡി അല്ലേ. ലിക്വിഡിനാൽ ബോഡിയിൽ എക്സേർട്ട് ചെയ്തൊരു ഫോഴ്സ് എന്തിനു വേണ്ടിയിട്ട്, ടു ലിഫ്റ്റ് ഇറ്റ് അഗെയിൻസ്റ്റ്, ആ ബോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ, എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഈസ് കോൾഡ് ബോയൻറ്റ് force. The point of application of the buoyant force on the body is called center of buoyancy അല്ലേ. ആ ബോഡിയിൽ ഒരു പോയിന്റിലായിരിക്കും ഈ ബോയൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് ബയോൺസി ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പോർഷൻ ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇമാജിൻ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ബോഡി ഉണ്ട്, ഇതിപ്പോൾ ലിക്വിഡാണ്, ഞാൻ ആ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ വരച്ച്, ഇത് നമ്മൾ ബോഡിയാണ്. ഇത്രയും പോർഷൻ എന്താണ്, ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, ഈ ഏരിയ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ താഴെ കിടക്കുന്ന ഏരിയ നോക്ക്, ഇത്രയല്ലേ ഉള്ളൂ, ഇതല്ല താഴെ കിടക്കുന്ന ഏരിയ. മൊത്തം ഈ ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ബോഡിയുടെ ആ ഒരു പോർഷനിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറില്ലേ, ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, center of buoyancy of the center of gravity of the portion of the body submerged in the liquid. ഓക്കെ, ബോഡി ഇപ്പോൾ ഒരു ഫുൾ ബോഡി ഉണ്ട്, ഫ്ലോട്ടിംഗ് ബോഡി ആണെങ്കിൽ കുറച്ച് ഭാഗം വെള്ളത്തിന് അടിയിലായിരിക്കും കിടക്കുക, കുറച്ച് ഭാഗം വെള്ളത്തിന് മുകളിലാണ് കിടക്കുക. അപ്പോൾ വെള്ളത്തിന് അടിയിൽ കിടക്കുന്ന ഭാഗത്തിനെയാണ് സബ്മേർജ്ഡ് ബോഡി എന്ന് പറയുന്നത്. ആ വെള്ളത്തിൽ അടിയിൽ കിടക്കുന്ന ഭാഗത്തിൻ്റെ ഡയമെൻഷൻ മാറിയിട്ട്, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗമല്ല വെള്ളത്തിനടിയിൽ കിടക്കണ്ടാവുള്ളൂ. ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഭാഗത്തിൽ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്നും കൂടി പറയും. ഓക്കെ, നമ്മൾ പിന്നെ വേറെ എന്താ പഠിച്ചത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് പറഞ്ഞാൽ വേറെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്, ദ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ദ ബോയൻറ്റ് ഫോഴ്സ് ഇൻ ദ ബോഡി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് കൂടി പറയും. ഈ കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം നമ്മൾക്ക്. എന്താണ്, സെൻറ്റർ ഓഫ് ബയോൺസി ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ portion of the body submerged in the liquid. ഓക്കെ, portion of the body submerged in the liquid. നമ്മളൊരു ബോഡി വെള്ളത്തിൽ സബ്മേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബോഡിയുടെ എത്ര ഭാഗമാണോ വെള്ളത്തിനകത്ത് സബ്മേർജ് ചെയ്ത് കിടക്കണം, വെള്ളത്തിൻ്റെ അകത്ത് കിടക്കണത്, ആ വെള്ളത്തിൻ്റെ അകത്ത് കിടക്കണ ആ ബോഡിയുടെ ഭാഗത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിനെയാണ് എന്തെന്ന് പറയുക, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് പറയുക. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബയോണ്ട് ഫോഴ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ വെൽ നോൺ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഈ ബോയൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പറയുന്നത് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ ആണ്. ഫ്ലോട്ടേഷൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് whenever a solid body is immersed wholly or partially in a liquid, it is lifted up by a force which is equal to the weight of the liquid displaced by the body. അതായത് നമ്മളൊരു സോളിഡ് ബോഡിയെ ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്യുകയാണ്. അതെങ്ങനെ ഇമേഴ്സ് ചെയ്യുക, മുഴുവനായിട്ട് ഇമേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലി ഇമേഴ്സ് ചെയ്യുക എങ്കിൽ ഇറ്റ് ഈസ് ലിഫ്റ്റഡ് അപ്പ് ബൈ എ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. നമ്മളൊരു സോളിഡ് ബോഡി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബോഡിയെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഫോഴ്സിനാൽ ആ ബോഡി ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി.
ബോഡിയുടെ വെയിറ്റിനാൽ അവിടെ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാകും, ലിക്വിഡ് മാറിപ്പോയിട്ടുണ്ടാകും, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് എന്താ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളൊരു ടോയ് ഇട്ടതായിട്ടാണ് കാണിക്കുന്നത്. ഈ ടോയ് നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ടോയുടെ കുറച്ച് പോർഷൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്, ഇമേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ അത്രയും പോർഷൻ എന്താണ് ഇവിടെ വെള്ളം മാറിപ്പോയിട്ടുണ്ടാകും, ഡിസ്പ്ലേസ് ആയിട്ടുണ്ടാകും അല്ലേ. അതിനുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളൊരു ബീക്കർ ഉണ്ട്, ഒരു ബീക്കറിനകത്ത് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബോഡി ഇമേഴ്സ് ചെയ്തു. ഇമേഴ്സ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓപ്പണിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ഇട്ട് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ബോഡി ഇമേഴ്സ് ചെയ്തു. അപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ ബോഡി അച്ചീവ് ചെയ്തു അല്ലേ. ഇവിടെയുള്ള ബോഡി വന്ന് വെള്ളത്തിൽ വീണ ഭാഗത്തുള്ള വെള്ളം എന്താണ് ഡിസ്പ്ലേസ് ചെയ്ത് പോവാണ്. ആ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം ഞാൻ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വോളിയം ഓഫ് വാട്ടറാണ് ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇതാണ്, വെനെവർ ബോഡി ഈസ് ഇമേഴ്സ്ഡ് ഹോളി ഓർ പാർഷ്യൽ ഇൻ ലിക്വിഡ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ബൈ എ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഒരു ബോഡി ഇട്ട് കഴിഞ്ഞാൽ ഈ ബോഡിനെ ലിഫ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫോഴ്സിനാലാണ് ലിഫ്റ്റ് ചെയ്യണത്. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. ഈ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ബോഡിയാൽ ഡിസ്പ്ലേസ് ചെയ്തപ്പെട്ട ലിക്വിഡ് ഉണ്ടല്ലേ, ലിക്വിഡിൻ്റെ വെയിറ്റിന് എന്തായിരിക്കും എന്നാണ് പറയണത്, ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണത്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോഡി ഇട്ടു, ഈ ബോഡിക്ക് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോഴ്സിനാൽ എന്താണ് ഒരു എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ ഒരു വോളിയം ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ വെയിറ്റ് ഓഫ് വാട്ടർ എന്തിന് ഈക്വൽ ആയിരിക്കും, വെയിറ്റ് ഓഫ് ലിക്വിഡ്, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി, ബോഡിയാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട വെയിറ്റ് ഓഫ് ലിക്വിഡ് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇവിടെ ഈ ആക്ട് ചെയ്ത ഈ ബോഡിയെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ആക്ട് ചെയ്ത ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വെള്ളം ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അപ്പാരൻ്റ്ലി ലോസസ് ആസ് മച്ച് ഓഫ് ഇറ്റ്സ് വെയിറ്റ് ആസ് ദ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ബോഡിക്ക് എന്ത് സംഭവിക്കും, വെയിറ്റ് ലോസ് ആവും ആസ് ദ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഇതിനാൽ ലിക്വിഡിൻ്റെ വെയിറ്റ് ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട് എ ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസസ് വോളിയം ഓഫ് ലിക്വിഡ് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു ബാലൻസ് ഇറ്റ്സ് വെയിറ്റ്. ഒരു ഫ്ലോട്ടിംഗ് ബോഡി, ഇങ്ങനെ പാറി നിൽക്കുന്ന ബോഡി ഡിസ്പ്ലേസ് ഉണ്ട്, വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു ബാലൻസ് ഇറ്റ്സ് വെയിറ്റ്. അതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ് എന്ത് ഡിസ്പ്ലേസ് ചെയ്യുന്നത് അല്ലേ. ഡിസ്പ്ലേസ് ചെയ്താൽ അതിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ ആ ബോഡിക്ക്, ഇല്ലെങ്കിൽ എന്താണത് റൊട്ടേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ മുങ്ങിപ്പോവോ എന്തെങ്കിലും ചെയ്യും. ക്ലിയർ? സോ നമുക്കിതിന് ഇക്വേഷൻ നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, ഇവിടെ ഇതാണ് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡ്, അതിൻ്റെ വെയിറ്റ് എത്ര വെയിറ്റ് ഉണ്ട് ആ വെള്ളത്തിന് എന്നാണ്. വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ് അല്ലേ. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്, ശരിയല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. അപ്പോൾ മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ഗ്രാവിറ്റി എന്നായി. അതിൽ ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് വെയിറ്റ് ആണ് അല്ലേ. റോ ജി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി അല്ലേ. ശരിയല്ലേ, വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി, ബോഡിയാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ വോളിയം. ക്ലിയർ? അപ്പോൾ ഡബ്ല്യു എന്ന് നമ്മൾ എടുക്കുകയാണ് വെയിറ്റ് ഓഫ് ദി ഇമേഴ്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ബോഡി. ഇമേഴ്സ് ചെയ്ത ബോഡി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബോഡീൻ്റെ വെയിറ്റിനെ നമ്മൾ ഡബ്ല്യു എന്ന് എടുക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ ആക്ട് ചെയ്ത ബോയൻ ഫോഴ്സിനെ എഫ് ബി എന്ന് എടുക്കുകയാണ്. അപ്പോൾ എനി ബോഡി എക്സിസ്റ്റിംഗ് ഇൻ ദ ലിക്വിഡ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ ഇറ്റ്സ് വെയിറ്റ് ആൻഡ് ബോയോൺസി ഫോഴ്സ്, അല്ലെങ്കിൽ ബോയൻറ്റ് ഫോഴ്സ് എന്നും കൂടി പറയും അല്ലേ. വെദർ ദ ബോഡി സിങ്സ് ഓർ ഫ്ലോട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെയിറ്റ് ആൻഡ് ബോയൻറ്റ് ഫോഴ്സ്. പറഞ്ഞ കാര്യം തന്നെയാണ്. For a body immersed either wholly or partially in a fluid, the self weight of the body always acts in the vertical downward direction. Weight എപ്പോഴും vertical downward direction act ചെയ്യുക. As such, if a body floating in fluid is to be equilibrium, the buoyant force must be equal to the weight of the body. നമ്മൾ ഈ ബോഡി ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡിലൊരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്, അവിടെ അത് ഇക്വിലിബ്രിയം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്ത ബോയൻറ്റ് ഫോഴ്സ് നമ്മൾ അവിടത്തുള്ള വെയിറ്റ് ഓഫ് ദ ബോഡിക്ക് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞത്. ബോയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ബി ആണ്, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്, വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. ക്ലിയർ? അപ്പോൾ അതിനായിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം കൂടിയാണ്.
ഇതൊരു ബീക്കർ എടുത്തിട്ടുണ്ട്, അതിലൊരു ഫ്രീ ലിക്വിഡ് സർഫസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡീസാണ് ഞാൻ ഇടുന്നത്. അതായത് ഒരു ബോഡി ഇടുമ്പോൾ അത് സിങ്കായി പോകുന്നുണ്ട്, ഒന്നിങ്ങനെ സർഫസിൽ ടച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്, ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ആദ്യം ഒരു ബോഡി ഇട്ടു, ഫ്രീ ലിക്വിഡ് സർഫസിൽ ഇമേഴ്സ് ചെയ്തു. അപ്പോൾ ഉണ്ട് അത് മുങ്ങിപ്പോയി, അതായത് ബോഡി സിങ്ക് ചെയ്തു. ബോഡി സിങ്ക് ചെയ്താൽ എന്താ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ബോഡിയുടെ വെയിറ്റ് എന്തിനേക്കാളും കൂടുതലാണ്. ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും, ആ ഫോഴ്സ് കൊണ്ട് ആ ബോഡി ലിഫ്റ്റ് ചെയ്യപ്പെടും അല്ലേ. ഇവിടെ എന്താണ്, ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ആ ഫോഴ്സ് കൊണ്ട് ഈ ബോഡി എന്താണ് ലിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ലിഫ്റ്റ് ചെയ്യാണ്ട് എന്ത് സംഭവിച്ചു? ബോഡി താഴ്ന്നു തന്നെ പോയി. താഴ്ന്നു പോയി കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ബോയിൻഡ് ഫോഴ്സ്. ഇവിടെ ഈ വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ വെള്ളം ബോഡിയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് ഉണ്ടല്ലോ, ഫോഴ്സിനെക്കാളും കൂടുതലാണ് എന്ത്? വെയിറ്റ് ഉള്ളത്. അതുകൊണ്ട് എന്താണ് ഇവിടെ അത് താഴ്ന്നു പോയി. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി വെള്ളത്തിൽ ഇട്ടപ്പുണ്ട്, അതിങ്ങനെ പാറിക്കിടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോയിൻഡ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് ഫ്ലോട്ട് ആവണില്ല അല്ലേ, പാറി മേലോട്ട് വന്നിട്ടില്ല. നേരെ എന്താ സംഭവിച്ചു? ഫ്രീ ലിക്വിഡ് സർഫസിൽ ആ വെള്ളത്തിൻ്റെ ഫ്രീ സർഫസിൽ തന്നെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറയുക? വെയിറ്റ് ഓഫ് ദ ബോഡിയും ബോയിൻഡ് ഫോഴ്സും എന്താണ്? ഈക്വൽ ആണ്. അതാ ഇവിടെ പറഞ്ഞത്. ഫോർ എ ബോഡി ഇമേഴ്സ്ഡ് either wholly or partially in a fluid, the self weight of the body always acts in the vertical downward direction. As such, if the body floating in fluid is to be equilibrium ആണെങ്കിൽ the buoyant force must be equal to the weight of the body. അല്ലേ, ഇക്വിലിബ്രിയം കേസാണിത്. ബോയിൻഡ് ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്ത ബോയിൻഡ് ഫോഴ്സ് എന്താണ്? ഈ ബോഡിയുടെ വെയിറ്റിന് ഈക്വൽ ആണ്. അപ്പോഴാണ് എന്ത്? ബോഡി ഫ്ലോട്ട് ടച്ചസ് ലിക്വിഡ് സർഫസ്. ബോഡി ഫ്ലോട്ടാണ് ചെയ്യുന്നത്, ബട്ട് എന്താണ്? ഈ ഫ്രീ ലിക്വിഡ് സർഫസിൽ എന്താണ്? ടച്ച് ചെയ്ത് നിൽക്കും. അടുത്ത കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബോഡി വെള്ളത്തിലിട്ടപ്പോൾ ആ ബോഡിയിൽ വെള്ളം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തു, അതാണ് ബോയിൻഡ് ഫോഴ്സ്. അതൊരു അപ്വേർഡ് ഫോഴ്സാണ്. ആ അപ്വേർഡ് ഫോഴ്സ് കൊണ്ട്, ആ ബോയിൻഡ് ഫോഴ്സ് കൊണ്ട് ഈ ബോഡി എന്ത് ചെയ്തു? ലിഫ്റ്റ് ചെയ്യപ്പെട്ടു. ലിഫ്റ്റ് ചെയ്ത് ഒരു സെർട്ടേൺ പോർഷൻ എന്താണ്? ഫ്രീ ലിക്വിഡ് സർഫസിൻ്റെ മേലെയുണ്ട്, സെർട്ടേൺ പോർഷൻ എന്താണ്? ഫ്രീ ലിക്വിഡ് സർഫസിൻ്റെ താഴെ ഇമേഴ്സ് ചെയ്താണ് കിടക്കുന്നത്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ആ അപ്വേർഡ് ത്രസ്റ്റ് കൊണ്ട്, ആ അപ്വേർഡ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബോയിൻഡ് ഫോഴ്സ് ആണ്, അപ്വേർഡ് ഫോഴ്സ് ആണ്. അപ്വേർഡ് ഫോഴ്സ് കൊണ്ട് ഈ ബോഡി ലിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഈ ബോഡിയുടെ വെയിറ്റിനെക്കാളും കൂടുതലായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബോയിൻഡ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോയിൻഡ് ഫോഴ്സിനെക്കാളും കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബോഡി പ്യുവറായിട്ട് ഫ്ലോട്ട് ചെയ്യും. പ്യുവറായിട്ട് ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സർഫസിൻ്റെ മേലെ നമ്മളിട്ട ബോഡിയുടെ ഒരു പോർഷൻ പാറി കിടക്കും. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഫ്ലോട്ട്, ബോഡി ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇതന്നെയാണ് കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഫ്ലോട്ടേഷൻ്റെ കോൺസെപ്റ്റിലേക്ക് ഒന്നുകൂടി പറയുകയാണ്. അത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? വെയിറ്റ് ഓഫ് ദ ബോഡി, അതായത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കേസാണ് നോക്കേണ്ടത്. ഈ കേസിൽ എങ്ങനെയാണ് പറയണമെന്ന് നോക്കാം. വെയിറ്റ് ഓഫ് ദ ബോഡി floating in a fluid is equal to the buoyant force, which in turn is equal to the weight of the liquid displaced by the body എന്ന് പറയും. അതായത് നമ്മൾ പഠിച്ചു, ഇവിടെ ഒരു ബോഡി നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ ബോഡി ഇവിടെയുള്ള വെള്ളത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ബോഡി ഈ വെള്ളത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്പ്ലേസ് ചെയ്യാൻ കാരണമായത് എന്താണ്? എങ്ങനെയാണ്? ഇവിടെ ഈ ആക്ട് ചെയ്യണ ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ട് അല്ലേ. ബോയിൻറ്റ് ഫോഴ്സിന് ഈക്വൽ ആയിട്ടാണ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, വെയിറ്റ് ഓഫ് ബോഡി ഫ്ലോട്ടിംഗ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ദ ബോയിൻറ്റ് ഫോഴ്സ് വിച്ച് ഇൻ ടേൺ ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എ ഫ്ലോട്ടിംഗ് ബോഡി ഡിസ്പ്ലേസസ് എ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഹൂസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോഡി. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഫ്ലോട്ടിംഗ് ബോഡി, ഫ്ലോട്ട് ചെയ്യുന്ന ബോഡി ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് വോളിയം ഓഫ് ഫ്ലൂയിഡ്. വോളിയം ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഹൂസ് വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി. നമ്മൾ ഈ ഒരു ബോഡി വെള്ളത്തിലിടുമ്പോൾ ഒരു സെർട്ടൻ വോളിയം ഓഫ് ഫ്ലൂയിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? വെയിറ്റ് ഹൂസ് വെയിറ്റ് ഈസ്, അത് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഹൂസ് വെയിറ്റ് ഈസ്, വോളിയം ഓഫ് ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തു, ഒരു സെർട്ടൻ വോളിയം ഓഫ് ഫ്ലൂയിഡാണ് ഡിസ്പ്ലേസ് ചെയ്തത്. ആ വോളിയം ഓഫ് ഫ്ലൂയിഡിന് ഒരു വെയിറ്റ് ഉണ്ടല്ലോ. ആ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? വെയിറ്റ് ഓഫ് ബോഡി. നമ്മളിവിടെ ഇട്ട ബോഡിയുടെ വെയിറ്റിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നമ്മളിപ്പോൾ എടുത്ത് കയറി വെള്ളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം
തെന്നിപ്പോണ്ട്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ തന്നെ പറയണത് അല്ലേ. ആർക്കിമിഡീസ് എന്താണ്, ബാത്ത് ടബ് ഉണ്ട്, അതിൽ വെള്ളമുണ്ട്, ഇയാൾ അതിൽ ചാടിയപ്പോൾ ഇല്ലെങ്കിൽ കയറിയിരുന്നപ്പോൾ ആ ടബിലുള്ള വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ എന്താണ്, ആളുടെ വെയിറ്റ് എത്രയാണോ അത്രയും വെയിറ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എന്താണ്, വാട്ടർ എന്താണ്, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാ പറയുന്നത്, ദ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി വിൽ ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി അല്ലേ. ഈ ബോഡി ഇമേഴ്സ് ചെയ്തപ്പോൾ ഒരു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം, വോളിയം ഓഫ് ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് ദ ബോഡി അല്ലേ. വെയിറ്റിൻ്റെ കേസിലൊക്കെ ഈ ബോഡിയുടെ വെയിറ്റിനായിട്ട് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് വോളിയത്തിൻ്റെ കേസിലാകുമ്പോൾ എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ഇമേഴ്സ്ഡ് പാർട്ട് ഓഫ് ദ ബോഡിയാണ്. ഇപ്പോൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡോട്ടർ ലൈൻ കാണിച്ചിട്ടുണ്ട് ഫ്രീ സർഫസിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഈ താഴെയുള്ള വോളിയം, ഈ ഏരിയയിലുള്ള വോളിയം ആണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ബോഡിയുടെ വോളിയത്തിന് ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, ഇവിടെ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഇതാണ് ഫ്ലോട്ടേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്ലോട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു ചിത്രം കാണിച്ചിട്ടുണ്ട് ഇവിടെ. Thus for body immersed in a fluid, if the buoyant force exceeds the weight of the body will rise until its weight equal to buoyant force. On the other hand, if the weight of the immersed body exceeds the buoyant force, the body will tend to move downward and it may finally sink. നമ്മൾ അപ്പോഴേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആ ചിത്രം വെച്ച് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. എഫ് ബി greater than W, the body will rise until the weight equal to the buoyant force. FB equal to W, body floats touching. നമ്മൾ അപ്പോഴേ ഈ ചിത്രം വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇക്വേഷനാണ് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഫ്ലോട്ടേഷനാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ഫ്ലോട്ടേഷൻ അല്ലേ പറഞ്ഞത്. അപ്പോൾ ഫ്ലോട്ടേഷനെ കുറിച്ച് പറയുമ്പോൾ ഇതാണ്, ഒരു ബോഡി നമ്മൾ ഫ്രീ ലിക്വിഡ് സർഫസ് എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഒരു ബോഡി സബ്മേർജ്ഡ് അല്ലെങ്കിൽ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ, അതായത് ഒരു ബോഡി ഫുള്ളായിട്ട് ഇമേഴ്സ്ഡ് താഴ്ന്ന് കിടക്കുകയാണെങ്കിൽ, സബ്മേർജ് ചെയ്ത് ഉള്ളിൽ സിങ്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ ബോഡിയിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെൻറ്റർ ഓഫ് ബയോൺസിയും ഒരേ പോയിന്റിലായിരിക്കും. വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ബോയിൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇത് കൊലീനിയർ ആണ്, ഒരേ ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതെപ്പോഴും ഒരേ ലൈനിലായിരിക്കും. ഇനി അതേപോലെ ഇപ്പോൾ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡി അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ആയിട്ടാണ് നിൽക്കണമെങ്കിൽ, നമ്മളൊരു ബോഡി വെള്ളത്തിലിട്ടപ്പോൾ അതൊരു ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതെന്താണ്, ആ ബോഡിയുടെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ദെൻ ഇവിടെ സെൻറ്റർ ഓഫ് ബയോൺസി താഴ്ന്നു. ബി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ബയോൺസി ജിയുടെ താഴെയാണ് കിടക്കുന്നത്. അതിന് കാരണം എന്താണ് അല്ലേ, ഈ ജി എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു സർക്കുലർ ഷേപ്പിലല്ല കാണിക്കുന്നത്. ഈ സർക്കുലർ ഷേപ്പിലുള്ള ഒരു സോളിഡ് ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ബട്ട് ജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇമേഴ്സ്ഡ് ബോഡിയിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. ഇമേഴ്സ്ഡ് ബോഡിയിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇമേഴ്സ്ഡ് സർഫസ് എത്രയാണ്, ഇവിടെ അല്ലേ, ഇതല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് താഴ്ന്നു കിടക്കുന്നത്. ഇതാണ് നമ്മളെ സർഫസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള, ഈ ഒരു സർക്കിളിൻ്റെ ഏരിയയിലുള്ള ആ ഒരു പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് എന്ത്, ഈ ബി എന്ന് പറയുന്നത്. അതിനാണ് എന്ത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇത് ഇമേഴ്സ്ഡ് ബോഡിയാണ്, ഇത് ഫ്ലോട്ടിംഗ് ബോഡിയാണ്. അപ്പോൾ ഇമേഴ്സ്ഡ് ബോഡിയിൽ എന്താണ്, ജി അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിട്ട് കോൺസിഡർ ചെയ്യേണ്ടത്, സെൻറ്റർ ഓഫ് ബയോൺസി ആയിട്ട് കോൺസിഡർ ചെയ്യേണ്ടത്. ബട്ട് ഇൻ ഫ്ലോട്ടിംഗ് ബോഡിയിൽ എന്താണ്, ബി ലൊക്കേറ്റഡ് ബിലോ ജി, അതായത് സെൻറ്റർ ഓഫ് ബയോൺസി എപ്പോഴും എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ താഴെയാണ് ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതവിടെ ജി എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ബോഡിയുടെ എന്താണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ബട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻറ്റർ ഓഫ് ബയോൺസി ആണ്, അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ബൈ ദ ബോഡി. അങ്ങനെയും പറയാം. ഇപ്പോൾ ഈ ബോഡി ഈ ഫ്ലൂയിഡിലിട്ടപ്പോൾ ഇവിടെ നിന്ന് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ സിംപ്ലി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി, എത്ര പോർഷൻ ആണോ ഇവിടെ കിടക്കണത്, വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് കിടക്കണം, ആ പോർഷൻ്റെ, ആ ബോഡിയിൽ ഇമേഴ്സ്ഡ് പോർഷൻ ഓഫ് ദ ബോഡിയിലുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് എന്ത്, സെൻറ്റർ ഓഫ് ബയോൺസി എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയേണ്ടത്, ഫോർ ഫുള്ളി സബ്മേർജ്ഡ് ബോഡി ദ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ഹോൾ ബോഡി. ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നോട്ട് ചെയ്യണം. ഫുള്ളായിട്ട് സബ്മേർജ് ചെയ്ത ബോഡി, അതായത് ഇവിടെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കണ ബോഡിയിൽ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ്, അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം, വോളിയം ഓഫ് ദ ഈ ഹോൾ ബോഡിയുടെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. സോ ദ സെൻറ്റർ ഓഫ് ബയോൺസി കോൺസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അതുകൊണ്ടാണ് ഇവിടെ സെൻറ്റർ ഓഫ് ബയോൺസി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് കോൺസൈഡ് ചെയ്തിട്ടുള്ളത്. ഫോർ പാർഷ്യലി സബ്മേർജ്ഡ് ബോഡി, അതായത് ഫ്ലോട്ടിംഗ് ബോഡി, ഈ കേസിൽ
ഈ കേസിൽ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് പോർഷൻ ഓഫ് ദ ബോഡി സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. ഇവിടെ നമ്മൾ ഇടുമ്പോൾ വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. വോളിയം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം? വോളിയം ഓഫ് സബ്മേർജ്ഡ് ബോഡിയാണ്. സബ്മേർജ് ബോഡി എന്ന് പറയുമ്പോൾ ഈ പോർഷൻ ഇല്ല, ഈ പോർഷൻ എന്താണ്? സബ്മേർജ് ആയിട്ടില്ല. കാര്യം മനസ്സിലായില്ലേ? അതാണ് വോളിയം ഓഫ് ദ പോർഷൻ ഓഫ് ദ സബ്മേർജ്ഡ് ഇൻ ദ ലിക്വിഡ്. ലിക്വിഡിൽ സബ്മേർജ് ചെയ്തിട്ടുള്ള പോർഷനാണ്, പോർഷൻ ഓഫ് ബോഡിയാണ്, ബോഡിയുടെ വോളിയമാണ് കേട്ടോ. ഇപ്പോൾ ദ സെൻറ്റർ ഓഫ് ബൊയോൺസി ഈസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ബൈ ദ ഇമേഴ്സ്ഡ് പോർഷൻ ഓഫ് ദ ബോഡി. ഓക്കെ, സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് ബൈ ദ ഇമേഴ്സ്ഡ് പോർഷൻ ഓഫ് ദ ബോഡി. ഇമേഴ്സ്ഡ് പോർഷൻ ഓഫ് ദ ബോഡി കാരണം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് എന്ത്? സെൻറ്റർ ഓഫ് ബൊയോൺസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സെൻറ്റർ ഓഫ് ബൊയോൺസി ബി ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ സെൻറ്റർ ഓഫ് ദ ഗ്രാവിറ്റി ജി ഓഫ് ദ ഹോൾ ബോഡി. ഹോൾ ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ താഴെയായിട്ടാണ് എന്ത്? സെൻറ്റർ ഓഫ് ബൊയോൺസി ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ചിത്രം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ബൊയോൺസി ആൻഡ് ഫ്ലോട്ടേഷൻ കുറിച്ച് പറയാനുള്ളത്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഒബ്വിയസ്ലി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ദ സെൻറ്റർ ഓഫ് ബൊയോൺസി ലൈസ്. ഇനി നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്, അതാണ് കുറിച്ച് പറയുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.